ഹായ് ഹലോ കൊച്ചു വെളുപ്പാങ്കാലത്ത് പെട്ടിയും തൂക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാൽ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാത്തൊരു ട്രിപ്പായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ കേരളവും കടന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് എത്തപ്പെട്ടത്. അവിടെ ചെന്നപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലേലും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണം, ഇന്നത് കാണണമെന്ന പ്രതീക്ഷ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു മാങ്ങാത്തൊലി ഉണ്ടാവില്ല. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ചെല്ലുന്ന ട്രിപ്പിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാനുണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 4 മണിയോടുകൂടി അവിടെ എത്തി. അപ്പോൾ ലാസ്റ്റ് ബോട്ട് സർവീസ് 4 മണിക്കാണെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് കയറി. 75 രൂപ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവിടെ അടാറ് ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊന്നും വിവേകാനന്ദപ്പാറ എത്താൻ പറ്റത്തില്ല എന്നുള്ള പ്രതീക്ഷയില്ല. ഞങ്ങൾ 300 രൂപ ടിക്കറ്റാണ് എടുത്തത്. 300 രൂപ ടിക്കറ്റിന് സ്പെഷ്യൽ എൻട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് കയറാം. അങ്ങനെ ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ലാലാപാടി അകത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിവേകാനന്ദപ്പാറ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. തിരുവള്ളുവരുടെ സ്റ്റാച്ചുകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ബോട്ട് വന്ന് ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ടിൽ കയറുമ്പോൾ യുദ്ധത്തിനുള്ള ആളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിവേകാനന്ദപ്പാറ പോയി ഇറങ്ങി. അവിടെ ഒരു സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് 30 രൂപയുടെ. അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദപ്പാറ എത്തി. അങ്ങനെ പിന്നെ മേളി പാലത്തിൽ എത്തി കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്നുള്ള കാര്യം. എനിക്കറിയില്ലായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളതെന്നുള്ള കാര്യം. പാലുണ്ടെന്നറിയാം, പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന കാര്യം അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാനും അറിഞ്ഞോ പറഞ്ഞു നടന്ന് കുറേ റീൽസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെയും ഒരുപാട് പേര് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ തിരുവള്ളുവർ സ്റ്റാച്ചുവിലേക്ക് കയറാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി മേളിലെത്തി കേട്ടോ. മേളിൽ ചെന്നപ്പോഴത്തേക്കും തിരുവള്ളുവരുടെ സ്റ്റാച്ചുവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞൻ ഉറുമ്പിനെ പോലെയാണ് കേട്ടോ കാണപ്പെടുന്നത്. എന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. കന്യാകുമാരി മൊത്തം അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ കടലും, അങ്ങനെ ഒരു അപാര വ്യൂ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് വിവേകാനന്ദ സ്വാമിയെ കാണാനാണ്. അവിടെ ഞാൻ ക്യാമറയും തൂക്കി ചെന്നപ്പോൾ അവർ പറഞ്ഞു കടക്കുപുറത്ത് അവിടെ ക്യാമറയ്ക്ക് റെസ്ട്രിക്ഷനാണ്, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ പുറത്തിറങ്ങി താഴെ നിന്നും കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് ബോട്ട് പിടിച്ച് പഴയ സ്ഥലത്ത് തന്നെ വന്നിറങ്ങി. അവിടെ ചെന്നപ്പോൾ നല്ല പരവേഷം ഉണ്ടായിരുന്നു. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് പരവേഷമൊക്കെ ഇടയ്ക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.